എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ തുല്യ ത്രികോണങ്ങൾ, അതായത് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്തിലെ പേജ് 24-ലെ മൂന്നാമത്തെ ചോദ്യമാണെന്ന് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ചോദ്യം വായിക്കാം. ഒരു ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണ്. അപ്പം ഞാൻ രണ്ട് ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. തുല്യമായ വശങ്ങൾ അടയാളപ്പെടുത്തിയിട്ടില്ല. അവയ്ക്ക് പേര് ABC എന്നും PQR എന്നും കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ രണ്ട് പാർട്ടാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും വശത്തിൽ നിന്ന് എതിർമൂലയിലേക്ക് ഉള്ള ഉയരം മറ്റേ ത്രികോണത്തിന്റെ തുല്യമായ വശത്തിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരത്തിന് തുല്യമാണോ? എന്തുകൊണ്ട്? പിന്നെ രണ്ടാമത്തെ ഭാഗം, ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തുല്യമാണോ? എന്തുകൊണ്ട്? അപ്പൊ ആദ്യം നമുക്ക് തുല്യമായ വശങ്ങൾ അടയാളപ്പെടുത്താം. ഇവിടെ ABക്ക് ഒരു വര ഇടുന്നു. ABക്ക് തുല്യമായ ഈ ത്രികോണത്തില് RQ എന്നിരിക്കട്ടെ. ABയും RQയും തുല്യം. പിന്നെ ACയും PQയും PQയും തുല്യമാണെന്ന് ഇരിക്കട്ടെ. ഇനി BCയും PR തുല്യമാണ്. അപ്പൊ തുല്യ വശങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി. അതും കൂടി ഇവിടെ എഴുതാം. AB സമം ഏതാണ്? AB സമം ഇവിടെ ഒന്ന് QR. പിന്നെ AC രണ്ട് വര വരച്ചത് AC സമം PQ. പിന്നെ BC സമം മൂന്ന് വര വരച്ചത് BC സമം PR. ഇങ്ങനെയാണ് നമുക്ക് തുല്യ വശങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള ചോദ്യം എന്താണ്? തുല്യവശങ്ങൾ അടയാളപ്പെടുത്തി. പിന്നെ ഇതിൻ്റെ അകത്ത് അടുത്ത ഭാഗം എന്താ നോക്കാം. ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും വശത്തിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരം. അപ്പൊ ആദ്യത്തെ ത്രികോണത്തില് Aയും Bയും Cയും ഇത് മൂന്നുമാണ് മൂലകൾ. ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും വശത്തിൽ നിന്ന് എതിർമൂലയിലേക്ക്. ഇപ്പൊ ABന്ന് വരയ്ക്കുകയാണെങ്കിൽ സിയിലേക്കും Aയിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ BCയിലേക്കും Bയിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ AC-യിലേക്കും ആണ് ഞാൻ വരയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ സിയിൽ നിന്ന് ABയിലേക്ക് ഉയരം വരയ്ക്കുകയാണ്. അതിനാൽ എപ്പോഴും എന്തായിരിക്കും? ലംബമായിരിക്കും അല്ലെ? ലംബ ദൂരമാണ്. അപ്പം നമുക്ക് C മാത്രമല്ല Aന്നും വരയ്ക്കാം, Bന്നും വരയ്ക്കാം. ഏതെങ്കിലും മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് നമുക്ക് ഉയരം വരയ്ക്കാം. ഈ ഉയരം ഈ രണ്ടാമത്തെ ത്രികോണത്തിലെ തുല്യമായ വശത്തിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരത്തിന് തുല്യമാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ വരച്ചിരിക്കുന്നത് സിയിൽ നിന്ന് ABയിലേക്കാണ്. അപ്പൊ ABക്ക് തുല്യമായുള്ള വശം ഇവിടെ ഏതാണ്? QR ആണ്. അപ്പൊ ഞാൻ QRൽ നിന്ന് എതിർമൂലയിലേക്ക് വരയ്ക്കുമ്പോൾ Pയിലോട്ടാണ് വരയ്ക്കേണ്ടത്. അങ്ങനെയാണ് അവര് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 90 ഡിഗ്രിയാണ്. അപ്പം തുല്യമായ മറ്റേ ഇപ്പം ഇവിടെ ഏത് വശത്തിന് ഞാൻ വരച്ചോ അതിന് തുല്യമായ വശത്ത് നിന്ന് വേണം ഈ ത്രികോണത്തിൽ നിന്ന് എതിർമൂലയിലേക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത്, ഇപ്പൊ ഞാനിവിടെ പേര് കൊടുക്കാം, M എന്നും N എന്നും പേര് കൊടുക്കാം. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് CMഉം PNഉം തുല്യമാണെന്ന് തെളിയിക്കണം. എന്താ തെളിയിക്കണം? CMഉം PNഉം തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്കിവിടെ CM എതിർമൂലയിലേക്ക് വരച്ചപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി. അതുപോലെ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ കിട്ടി. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ CM ഉൾപ്പെടുന്ന വശമാണ് ഈ ത്രികോണത്തിനും ഈ ത്രികോണത്തിനും ഉൾപ്പെടും അല്ലെ? AMC BMC. അപ്പം ഈ CM ഉൾപ്പെടുന്ന വശമായ ഈ രണ്ട് ത്രികോണത്തില് ഏതെങ്കിലും ഒരു ത്രികോണം എടുത്താൽ
മതിയാകും. അതുപോലെ തന്നെ പി എൻ ഉൾപ്പെടുന്ന രണ്ട് ത്രികോണങ്ങളുണ്ട്. ഈ രണ്ട് ത്രികോണത്തില് ഏതെങ്കിലും ഒരു ത്രികോണം എടുത്ത് നമ്മള് ഈ നീളങ്ങൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. പക്ഷേ ത്രികോണങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ തുല്യമായ വശം ഏതാണോ എടുത്തത് അതേന് തുല്യമായ വശം ഇപ്പുറത്തെ ത്രികോണത്തിലുണ്ടല്ലോ, ആ വശം തന്നെ നമ്മൾ എടുക്കണം. കാരണം അത് നോക്കിക്കേ, ACM, അതായത് ഈ ത്രികോണം ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ AC എന്ന വശത്തിന് തുല്യമായിട്ടുള്ള വശം ഇവിടെ ഏതാണ്? PQ ആണ്. അപ്പൊ ഞാൻ ഈ ത്രികോണം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഏത് ത്രികോണം എടുക്കാൻ പാടുള്ളൂ? PQN എന്നുള്ള ത്രികോണം എടുക്കാൻ പാടുള്ളൂ. ഇത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഈ വശം തുല്യമായത് ഏതിനോടാ? ഇവിടെ 3 വരെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 3 വര. അപ്പൊ അതാണ്ട് ഈ ത്രികോണമാണ്. ഇതുമാണ് ഞാൻ എടുക്കേണ്ടിയിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതെടുക്കുവാണെങ്കിൽ ഇതെടുക്കണം. അപ്പൊ ഞാൻ ഇതെടുക്കുവാണ്, അതുകൊണ്ട് ഞാൻ ഈ ത്രികോണമാണ് എടുക്കുന്നത്. മനസ്സിലായോ എങ്ങനെയാ എടുത്തേന്ന്? AC എന്ന വശത്തിന് തുല്യമായി ഈ ത്രികോണത്തിൽ ഏത് വശമാണോ ഉള്ളത് ആ വശം ഉള്ള ത്രികോണം വേണം ഞാൻ എടുക്കാൻ. അപ്പൊ ഞാനിവിടെ ത്രികോണം ACM-ഉം PQN-ഉം പരിഗണിക്കുകയാണ്. ത്രികോണം ACM, ത്രികോണം PQ. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് നമുക്ക് തെളിയിച്ചാൽ മതി. അപ്പൊ നമുക്ക് CM-ന്റെ നീളവും PN-ന്റെ നീളവും തുല്യമാണെന്ന് തെളിയിക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണെന്ന് തെളിയിക്കാൻ നമുക്ക് ഏതുണ്ട്? AC-യും PQ-യും തുല്യമാണെന്നുണ്ട്. അത് ആദ്യം എഴുതാം. AC, PQ തുല്യമാണ്. പിന്നെ നമുക്ക് ഇനി എന്താ രണ്ടും കൂടെ തെളിയിച്ചാൽ മതി? കോൺ എയും ഈ കോൺ സിയും. അപ്പൊ AC എന്ന വശത്തിലെ രണ്ട് കോണുകൾ, അതുപോലെ തന്നെ PQ എന്ന വശത്തിലെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ് നമുക്ക് തെളിയിക്കാൻ കഴിയും. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാല് CM-ന്റെ നീളവും PN-ന്റെ നീളവും തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നോക്കിക്കേ, BC എന്ന വശത്തിന് എതിരെയുള്ള കോണാണ് കോൺ A. അപ്പൊ BC-ക്ക് തുല്യമായിട്ടുള്ള വശം ഈ ത്രികോണത്തിൽ ഏതാണ്? BC എന്ന വശത്തിന് തുല്യമായ വശം ഈ ത്രികോണത്തിൽ ഏതാണ്? PR ആണ്. BC-ക്ക് തുല്യമായത് PR ആണ്. അപ്പൊ PR-ന്റെ എതിരെയുള്ള കോൺ ഏതാണ്? കോൺ Q. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? കോൺ A സമം കോൺ Q. എന്തുകൊണ്ടാണ്? BC-യും PR-ഉം BC is equal to PR. BC-യും PR-ഉം തുല്യമായതിനാലാണ് നമ്മൾ കോൺ A സമം കോൺ Q എന്ന് എഴുതിയത്. അപ്പം കോൺ എയും കോൺ Qയും തുല്യമാണെന്ന് എഴുതി. ഇനി നമുക്ക് ഈ കോൺ C-യും കോൺ P-യും തുല്യമാണെന്ന് കൂടി തെളിയിക്കണം. അതിന് ഇവിടെ 90 ഡിഗ്രി അല്ലേ, ഇതും 90. അപ്പം ഇത് രണ്ടും തുല്യമാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇതാട്ടെ AQയും തുല്യം. അപ്പൊ ഇനി നമുക്ക് എന്തുകൂടി തെളിയിച്ചാൽ മതി? ഈ കോൺ C-യും കോൺ P-യും ഈക്വൽ ആണ്, തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ 3 കോണുകളും കൂടെ എത്ര? 180. ഇവിടെ 90, ഇവിടെയും 90. അപ്പം കോൺ C, അതായത് കോൺ C എത്ര കിട്ടും? കോൺ ACM എന്ന് എഴുതാം. കോൺ ACM സമം 180 മൈനസ് കോൺ A പ്ലസ് കോൺ CMA. കോൺ A പ്ലസ് കോൺ CMA. CMA എത്രയാണ്? 90 ഡിഗ്രി. അതുകൊണ്ട് നമുക്ക് ഇവിടെ 90 തന്നെ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. നേരെ 90 എഴുതാം, പേര് എഴുതണ്ട. 180 മൈനസ് കോൺ A പ്ലസ് 90 സമം 180 മൈനസ് കോൺ A, ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മൈനസ് 90. 180 90 പോയാൽ 90. 90 മൈനസ് കോൺ A എന്ന് കിട്ടും. അപ്പം കോൺ C എന്ന് പറയുന്നത് 90 മൈനസ് കോൺ A എന്ന് കിട്ടും. അതുപോലെ
ഈ ത്രികോണത്തില് രണ്ടാമത്തെ ത്രികോണത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ത്രികോണം PQNല് ത്രികോണം ഇവിടെ എഴുതാം. ത്രികോണം PQNല് കോൺ P എന്ന് പറയുന്നത് നമ്മള് ACM എടുത്ത് ഇവിടെ നമുക്ക് ഇനി എന്താണ് കണ്ടത്? ഈ കോൺ P എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഉള്ള 3 അക്ഷരം ഉപയോഗിച്ച് എഴുതാം. കോൺ QPN. കോൺ QPN 180 മൈനസ് കോൺ Q പ്ലസ് 90. 180 മൈനസ് കോൺ Q പ്ലസ് 90. ഇതാണ് 3ഉം കൂടെ 180. അപ്പൊ ഈ കോൺ Q Aയും തുല്യമാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ 180 മൈനസ് ഇവിടെ 90 അല്ലേ? 90 180 മൈനസ് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 കുറയ്ക്കാം. 180 മൈനസ് കോൺ Q പ്ലസ് 90. 180 മൈനസ് കോൺ Q മൈനസ് 90. അപ്പൊ 90 മൈനസ് കോൺ Q എന്ന് കിട്ടും. സമാനമല്ലേ? കോൺ A അപ്പൊ ഇവിടെ എത്ര? 90 മൈനസ് കോൺ A എന്നും ഇവിടെ 90 മൈനസ് കോൺ Q എന്നും കിട്ടി. Aയും Qവും തുല്യമല്ലേ? അപ്പൊ ഇത് രണ്ടും തുല്യമായിരിക്കത്തില്ലേ? കാരണം എന്താണ്? Aയും Qവും തുല്യമാണ്. അതായത് നമുക്കൊരു വില കൊടുത്താൽ മതി. Aക്ക് 30 എടുക്കുകയാണ്, Q 30. അപ്പൊ 90 30 പോയാൽ 60. ഇവിടെയും 90 30 പോയാൽ 60. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഇതിന് ഞാൻ 1 പേര് കൊടുക്കുന്നു, ഇതിന് 2 എഴുതാം. അപ്പൊ 1 2 ഇത് 2ൽ നിന്ന് ഈ 2 സമവാക്യത്തിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? 1, 2. 1ഉം 2ൽ നിന്ന് 1ഉം 2ഉം നിന്ന് 1, 2 ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? കോൺ സിയും കോൺ പിയും തുല്യമാണ്. കോൺ സി സമം കോൺ പി. ഞാനിവിടെ ഒരു അക്ഷരം ഉപയോഗിച്ചോളൂ. കോൺ സി സമം കോൺ പി എന്ന്. അപ്പൊ നമുക്ക് ഒരു വശവും ആ വശത്തിലുള്ള 2 കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ അതേപോലെ തുല്യമായ വശവും അതിലുള്ള 2 കോണുകൾക്കും തുല്യമാണെന്ന് കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങൾ. അപ്പം ACയും PQവും തുല്യമാണ്. പിന്നെ നമുക്ക് എന്ത് കിട്ടി? Aയും Qവും തുല്യമാണ്, Cയും Pയും തുല്യമാണ്. അപ്പം ഒരു ത്രികോണത്തിലെ ഒരു വശവും ആ വശത്തുള്ള 2 കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ അതേപോലെയുള്ള തുല്യമായ വശങ്ങൾക്ക് ആ വശത്തിനും അതിലെ 2 കോണുകൾക്കും തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങൾ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? അതുകൊണ്ട് ബാക്കിയൊക്കെ വായിച്ച് അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ത്രികോണം ACM ത്രികോണം PQN ഇവ തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ ഈ 2 ത്രികോണവും തുല്യ ത്രികോണമാണെന്ന് കിട്ടി. ത്രികോണങ്ങൾ തുല്യമായതുകൊണ്ട് നമുക്ക് എന്താ പറയാം? തുല്യമായതുകൊണ്ട് മൂന്നാമത്തെ വശം എന്താ? ഈ വശം CMഉം അല്ലേ? CMഉം PNഉം തുല്യമായി. CM സമം PN. ഇതല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പം തുല്യമായ ത്രികോണങ്ങൾ. അപ്പം ഒരു കോണും 2 കോണും ഒരു വശവും. അങ്ങനെ ആകുമ്പോൾ മറ്റു 2 വശങ്ങൾ മൂന്നാമത്തെ കോൺ തുല്യമായിക്കൊള്ളും. പിന്നെ മറ്റു 2 വശങ്ങളും തുല്യമായിരിക്കും. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇതാണ്
ഇത് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇനി സെക്കൻഡ് പാർട്ടിലുണ്ട് എന്താണ്, ഈ ത്രികോണങ്ങളുടെ പരപ്പളവ് തുല്യമാണെന്ന് തെളിയിക്കാം. നമുക്ക് രണ്ടാമത്തെ പാർട്ട്, ഈ ത്രികോണങ്ങളുടെ പരപ്പളവ് തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പൊ ത്രികോണ എ ബി സിയുടെ പരപ്പളവ്, ത്രികോണ എ ബി സിയുടെ പരപ്പളവ്. അപ്പൊ പരപ്പളവ് അതായത് ഏരിയ ഹാഫ് ബി എച്ച് വെച്ചാണ് ചെയ്യുന്നത് അല്ലേ. എന്താണ് ഹാഫ് ഇൻറ്റു പാദം, ഇവിടെ ഏതാണ് എ ബി ഇൻറ്റു അതിലേക്കുള്ള ഉയരം സി എം. ഇനി രണ്ടാമത്തെ ത്രികോണത്തില് ത്രികോണം പി ക്യു ആറിന്റെ പരപ്പളവ്, ഹാഫ് ഇൻറ്റു പി ക്യു അല്ല, ഇവിടെ പാദം എന്ന് പറയുന്നത് ക്യു ആർ, ആ വശത്തിലേക്കുള്ള ഉയരമാണ് പി എൻ. ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എൻ. ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു സി എം എന്നും ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എൻ എന്ന് കിട്ടി. അപ്പൊ ഈ രണ്ടിലും നോക്കിക്കേ, എ ബി ഇവിടെ ക്യു ആർ, അപ്പം എ ബിയും ക്യു ആറും തുല്യമാണ്, നമ്മൾ നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. ഈ രണ്ട് ത്രികോണത്തിലും നോക്കിക്കേ, എ ബി സമം ക്യു ആർ ആണ്, തുല്യമായ വശങ്ങളാണ്. എ ബി സമം ക്യു ആറും പിന്നെ സി എം സമം പി എനുമാണ്. അത് നമ്മൾ ഇപ്പൊ തെളിയിച്ചതാണ്. സി എം സമം എ ബി സമം ക്യു ആറും സി എം സമം സി എനുമാണ്. അതിനാൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇതിന്റെ രണ്ടിന്റെയും പരപ്പളവ് തുല്യമായിരിക്കും. ഉദാഹരണമായിട്ട് എ ബി 10 ആണെങ്കിൽ ക്യു ആറും 10, ഇത് 6 ആണെങ്കിൽ ഇതും 6. അപ്പൊ നമുക്കിപ്പോ ഒന്ന് റഫായിട്ട് കാണിച്ചു തരാം. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 6 എത്ര, 6×5 30. രണ്ടാമത്തേലും അതല്ലേ വരുക, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 6 വെട്ടി ചെറുതാക്കുമ്പോൾ 30 തന്നെ കിട്ടും. അതായത് അപ്പൊ നമുക്ക് എഴുതാം എ ബി സമം ക്യു ആറും സി എം സമം പി എന്നും ആയതിനാൽ ഇവയുടെ പരപ്പളവുകൾ തുല്യമാണ്. ഇവയുടെ പരപ്പളവുകൾ തുല്യമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.